ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ള കല്ലുമ്മക്കായ നിറച്ചയുടെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നത്. കല്ലുമ്മക്കായ നിറച്ചത് ഇഷ്ടമില്ലാത്ത ആരും ഉണ്ടാവില്ല, എല്ലാവർക്കും ഇഷ്ടമായിരിക്കും. പിന്നെ കല്ലുമ്മക്കായയിൽ നിറക്കാനുള്ള അരി പല സ്ഥലത്തും പല രീതിയിലാണ് റെഡിയാക്കുന്നത്. അപ്പോൾ ഞാൻ റെഡിയാക്കുന്ന ഒരു രീതിയാണ് കാണിക്കുന്നത്. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതുപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക. പിന്നെ ഏറ്റവും എളുപ്പത്തിൽ കുറഞ്ഞ സമയം കൊണ്ട് എങ്ങനെയാണ് കല്ലുമ്മക്കായ ക്ലീൻ ചെയ്തെടുക്കുക എന്നും കൂടി നോക്കാം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. ഇത് ഞാൻ പെട്ടെന്ന് എടുത്തൊരു വീഡിയോ ആയിരുന്നു. ഞാൻ വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചതല്ല, അതുകൊണ്ടാണ് അരി കുതിർത്ത വീഡിയോ ഒന്നും ഇല്ലാത്തത്. പിന്നെ ഞാൻ 3 കപ്പ് പുഴുങ്ങലരി തിളക്കുന്ന വെള്ളത്തിലിട്ട് കുതിർത്തി വെച്ചതാണ്. തിളക്കുന്ന വെള്ളത്തിലിട്ടാൽ നമുക്കൊരു 3-4 മണിക്കൂർ കൊണ്ട് തന്നെ കുതിർന്ന് കിട്ടും. പിന്നെ നിങ്ങൾക്ക് റേഷൻ അരി ഉണ്ടെങ്കിൽ പകുതി റേഷനും പകുതി പൊന്നിയരി എടുക്കാം. ആദ്യം തേങ്ങയും ഉള്ളിയും ജീരകവും അരച്ചെടുത്തിട്ടുണ്ട്. തേങ്ങയും ഉള്ളിയും കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുത്താൽ നമ്മൾ അരിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാകും. ഒരു വലിയ തേങ്ങയും ഒരു സവാളയും പിന്നെ 10 ചെറിയുള്ളി 3 ടേബിൾ സ്പൂണ് പെരിഞ്ജീരകമാണ് അരച്ചെടുത്തത്. നിങ്ങൾക്ക് ചെറിയുള്ളി മാത്രം വേണമെങ്കിലും എടുക്കാം. ഞാൻ കുറേ പൊളിച്ചെടുക്കേണ്ട ഒരു ബുദ്ധിമുട്ട് കൊണ്ട് ഒരു സവാള എടുത്തതാണ്. കുതിർത്തി വെച്ച അരി ഞാൻ കഴുകിയെടുത്ത് അധികം വെള്ളം ചേർക്കാതെ തരിയോടുകൂടി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നിറച്ചെടുക്കാൻ പരുവത്തിന് പത്തിരിപ്പൊടി ചേർക്കാം, അല്ലെങ്കിൽ പുഴുങ്ങലരി പൊടിച്ചതുണ്ടെങ്കിൽ അത് ചേർത്ത് കുഴച്ചെടുക്കാം. പിന്നെ അരി അരച്ചെടുക്കുമ്പോൾ കൂടുതൽ വെള്ളം ചേർക്കാതെ അരച്ചെടുക്കുന്നതാണ് നല്ലത്. അങ്ങനെ അരച്ചെടുക്കുമ്പോൾ നമുക്ക് കുറച്ച് അരിപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി. കല്ലുമ്മക്കായ നിറച്ചത് നല്ല ടേസ്റ്റ് ഉണ്ടാകും. 2 കിലോ കല്ലുമ്മക്കായാണ് ഞാൻ നിറച്ചെടുക്കുന്നത്. അത് വേണ്ടിയിട്ടുള്ള അരിയാണ് റെഡിയാക്കി എടുത്തത്. അപ്പോൾ ഇവിടെ നിന്നാണ് ഞാൻ കല്ലുമ്മക്കായ ക്ലീൻ ചെയ്യുന്നത്. ആദ്യം ഒന്ന് കഴുകുന്നതാണ്. ഇത് നമ്മളെ വീടിനോട് ചേർന്നിട്ട് പുറത്ത് ഉണ്ടാക്കിച്ചതാണ്. കല്ലുമ്മക്കായ ക്ലീൻ ചെയ്യാനും പിന്നെ നമുക്ക് ചക്ക മുറിക്കാനും അങ്ങനെയുള്ള പണിയൊക്കെ ഉണ്ടാവില്ല, അതിനൊക്കെ നല്ല ഉപകാരമാണ്. 2 കിലോ കല്ലുമ്മക്കായ ഞാൻ ഒന്നിച്ചിട്ട് തന്നെയാണ് ക്ലീൻ ചെയ്യുന്നത്. എത്ര പെട്ടെന്നാണെന്നറിയോ ഇങ്ങനെ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റുന്നത്. കല്ലുമ്മക്കായ ക്ലീൻ ചെയ്യാൻ ഏറ്റവും എളുപ്പം ഇങ്ങനെയാണ്. ഒരു 5 മിനിറ്റ് മതി 2 കിലോ കല്ലുമ്മക്കായ ക്ലീൻ ചെയ്തെടുക്കാൻ. നല്ലോണം പിടിച്ചു പോയ അഴുക്കുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് അരച്ചെടുത്താൽ മതി. മേലൊന്നും ഉണ്ടാവില്ല, ചെറുതുമേലെ അങ്ങനെ പിടിച്ചിട്ടുണ്ടാവും. 5 മിനിറ്റ് കൊണ്ട് തന്നെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഓരോന്നോരോന്ന് എടുത്തിട്ട് ഇങ്ങനെ കത്തി കൊണ്ട് ക്ലീൻ ചെയ്യുന്നതിലും ഏറ്റവും എളുപ്പത്തിലുള്ളൊരു വഴിയാണിത്. കണ്ടില്ലേ, നല്ലോണം ക്ലീൻ ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഇങ്ങനെ ഒരു സ്ഥലം ഉണ്ടെങ്കിൽ. ചിലരൊക്കെ ഇങ്ങനെ തന്നെയായിരിക്കും ചെയ്യുന്നുണ്ടാകുക. അറിയാത്തവരുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. ഇതിൻ്റെ അഴുക്ക് മുറ്റത്തൊന്നും ആവില്ല കേട്ടോ. ഇതുപോലെ കുറച്ച് വെള്ളം ഒഴിച്ച് ഒരു പാത്രത്തിലേക്ക് തട്ടിയെടുത്താൽ മതി. കത്തി വെച്ച് ക്ലീൻ ചെയ്യുന്ന ആ സമയം കൊണ്ട് നമുക്കിങ്ങനെ ക്ലീൻ ചെയ്ത് കല്ലുമ്മക്കായ നിറച്ചിടാൻ പറ്റും. ഞാൻ കല്ലുമ്മക്കായ ഇറക്കുന്നൊരു രീതിയാണ് കാണിക്കുന്നത്. എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും ചെയ്യുന്നുണ്ടാകുക. ഇതിൻ്റെ നടുഭാഗത്തായിട്ട് ഒരു പാമ്പെന്ന് പറയുന്നൊരു സാധനമുണ്ട്. അത് എടുത്തിട്ടില്ലെങ്കിൽ വയറുവേദന ഉണ്ടാക്കുന്നതൊക്കെ പറയുന്നുണ്ട്. ഇതാണ് ആ സാധനം. പിന്നെ ഇത് മാറ്റിയതിന് ശേഷം ഇതുപോലെ ഒരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് കഴുകിയെടുക്കും. നല്ലോണം അരച്ച് കുലുക്കി കഴുകിയെടുക്കും. എന്നിട്ട് ഇതിൻ്റെ വെള്ളം വാരാൻ വേണ്ടിയിട്ട് പിന്നെ ഇതുപോലെ വെക്കും ഒരു പാത്രത്തിൻ്റെ മേലെ. ഇടയ്ക്കിടയ്ക്ക് വെള്ളം മാറ്റി കൊടുക്കും കേട്ടോ. പിന്നെ ഞാനിത് ഇറക്കാൻ തുടങ്ങുന്നതിന് മുമ്പായിട്ട് തന്നെ ആവി പാത്രം വെക്കും. ഒരു 10 എണ്ണമൊക്കെ ഇറക്കുന്ന സമയത്ത് ആ വെള്ളം തിളക്കുന്നുണ്ടാവും. അപ്പോൾ അത് നിറച്ചിട്ട് അങ്ങ് ഇടും. പിന്നെയും ഇറന്നിട്ട് പിന്നെ നിറച്ചിട്ട് അടച്ച് വെക്കും. അങ്ങനെയാണ് ഞാൻ കുറേശ്ശെ ഇറന്നിട്ട് പിന്നെ നിറച്ചിടുന്നത്. എല്ലാം ഇറന്ന് വെച്ചിട്ട് നിറച്ചിടുമ്പോൾ ഇതിൻ്റെ ഇറച്ചി കുറഞ്ഞു പോകും. 2 ആളുണ്ടെങ്കിൽ എളുപ്പത്തിൽ നമുക്ക് നിറച്ചിടാൻ പറ്റും. ഒരാൾ ഇറക്കുമ്പോൾ ഒരാൾക്ക് നിറച്ചിടാം, പെട്ടെന്ന് കഴിയും. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒരു അരമണിക്കൂർ വേവിച്ചെടുക്കാം. അപ്പോൾ കല്ലുമ്മക്കായ വെന്തിട്ട് പിന്നെ നല്ലോണം ചൂടാറിയതിന് ശേഷം ഇതിൻ്റെ തോടുന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് പിന്നെ മസാല റെഡിയാക്കാം. 1.5 ടേബിൾ സ്പൂണ് കാശ്മീരി മുളക് പൊടി നമുക്ക് ഈ ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. 1.5 ടേബിൾ സ്പൂണ് മുളക് പൊടിക്ക് പിന്നെ 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂണ് ഗരം മസാലപ്പൊടിയും ചേർത്ത് കൊടുക്കാം. പിന്നെ കറിവേപ്പില നിർബന്ധമായിട്ടും ചേർത്ത് കൊടുക്കണം കേട്ടോ. നല്ലൊരു സ്മെല്ലും ടേസ്റ്റൊക്കെ ഉണ്ടാവും. അത് ഇതുപോലെ മുറിച്ചിട്ടിട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് പിന്നെ മിക്സ് ചെയ്തെടുക്കാം. അധികം ലൂസായി പോകണ്ട, എന്നാലും അധികം ടൈറ്റ് ആകാൻ വേണ്ട. ഈ ഒരു പരുവത്തിൽ മിക്സ് ചെയ്തെടുക്കാം.
പിന്നെ കല്ലുമ്മക്കായ നിറച്ചാൽ ഉപ്പ് കുറവുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് മുളകിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ കല്ലുമ്മക്കായയിൽ ഉപ്പ് ഉണ്ടെങ്കിൽ മുളകിൽ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല, ഉപ്പ് കൂടിപ്പോകണ്ട. ഞാനിതിൽ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല, കറക്റ്റ് ഉപ്പ് തന്നെ ഉണ്ടായിരുന്നു. എന്നിട്ട് നമുക്കിതിൽ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്കിത് പതുക്കെ മിക്സ് ചെയ്തെടുക്കാം. ഇതിൻ്റെ ഇറച്ചി ഇളകിപ്പോവാതെ മിക്സ് ചെയ്തെടുക്കണം. മസാല ആവാത്ത ഭാഗത്തൊക്കെ ഇതുപോലെ ഒന്നങ്ങ് പുരട്ടി കൊടുത്താൽ മതി. നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് വെളിച്ചെണ്ണയാണ് നല്ലത്. വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാകുക. ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ കൂടുതൽ വെളിച്ചെണ്ണ ഒഴിക്കേണ്ട ആവശ്യമില്ല, കുറച്ച് ഒഴിച്ച് കൊടുത്താൽ മതി. ഇതിൽ ഞാൻ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കല്ലുമ്മക്കായ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ഇത് ഒരു പ്രാവശ്യം ഫ്രൈ ചെയ്തെടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ വെളിച്ചെണ്ണ ഒഴിച്ച് ഫ്രൈ ചെയ്തെടുക്കാം. പിന്നെ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ എണ്ണ പുറത്ത് തെറിച്ചിട്ട് ആകെ വൃത്തികേടാവും. അത് ഒഴിവാക്കാൻ വേണ്ടി നമുക്ക് കല്ലുമ്മക്കായ ഇട്ട ഉടനെ അടച്ച് വെക്കാം. എന്നിട്ട് മറിച്ചിട്ട് കൊടുക്കാൻ, തുറന്നിട്ട് മറിച്ചിട്ട ഉടനെ തന്നെ വീണ്ടും അടച്ച് വെച്ചാൽ മതി. പിന്നെ അങ്ങനെ തെറിക്കൊന്നുമില്ല. അപ്പോൾ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത കല്ലുമ്മക്കായ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഇതൊക്കെ കോരി മാറ്റിയതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള കല്ലുമ്മക്കായ നിറച്ചയാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾ ഇതുപോലെയല്ല ഉണ്ടാക്കുന്നതെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്ക്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. ഞാൻ നിങ്ങളുടെ അഭിപ്രായം കൂടി ഒന്ന് അറിയിക്കണേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്